ഞങ്ങളുടെ വിഷു സെലിബ്രേഷൻ വിഷുവിൻ്റെ തലേന്നായിരുന്നു കേട്ടോ. അതും അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണം വിചാരിച്ചിട്ട് സംഭവിച്ചതൊന്നുമല്ല. എല്ലാം കൂടി ആയി വന്നപ്പോൾ അതൊരു വിഷു സെലിബ്രേഷൻ ആയി മാറി. അതല്ലേലും ഞങ്ങളെല്ലാവരും കൂടി കൂടുമ്പോൾ അതൊരു സെലിബ്രേഷൻ തന്നെയാണ്. ഞങ്ങൾ കുറച്ചധികം ദിവസമായി പൊതിച്ചോറ് ഉണ്ടാക്കണം എന്നിങ്ങനെ വിചാരിച്ച് നടക്കണം കേട്ടോ. ഓരോരോ കാരണങ്ങൾ കൊണ്ട് അങ്ങനെ നീണ്ടു പോയി. പിന്നെ കാക്കാക്കും ഇന്ന് ലീവ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് ഇന്നത്തേക്കാണ് മാറ്റി. ഒരു സദ്യ ആയിട്ടൊന്നും കൂട്ടാൻ പറ്റില്ലെങ്കിലും അത്യാവശ്യ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. രാവിലെ മുതലേ വഴറ്റി തുടച്ച് വൃത്തിയാക്കി വെച്ച വാഴൻ്റെ ഇലയിൽ ഇപ്പോഴാണ് സാധനങ്ങൾ എത്തുന്നത്. ചോറ് വെച്ചു, പിന്നെ ചക്കൻ്റെ ഒരു കൂട്ടാന് വെച്ചു, മമ്പയർ വെച്ചു, ചേന പൊരിച്ചത്, നല്ല മാങ്ങാ ചമ്മന്തി, മീൻ പൊരിച്ചത്, ബീട്രൂട്ട് ഉപ്പേരി, ഓംലെറ്റ്, ഇതൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ സെറ്റാക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ കടലമിഠായും തിന്നുന്നുണ്ട് കേട്ടോ. ഇത് പൊതിയാനൊന്നും അറിയില്ലെങ്കിലും അരമണിക്കൂറായി ഇത് പൊതിയാൻ വേണ്ടി ശ്രമിക്കുന്ന താത്താക്ക് ആ ഒരു നിമിഷം ആനന്ദകരമാക്കാൻ വേണ്ടിയിട്ട് ഒരു കടലമിഠായി കൊടുത്തു. അടുത്തത് എൻ്റെ ഊഴമാണെന്ന് അറിയുന്നതുകൊണ്ട് ഞാനും ഒന്ന് കഴിച്ചു. ഭംഗിയൊന്നും നോക്കാതെ ഒന്നായിട്ട് അങ്ങോട്ട് പൊതിഞ്ഞങ്ങോട്ട് എടുത്തു. ഇത് കണ്ടില്ലേ, ഇത് പൊതിഞ്ഞെടുക്കുമ്പോൾ വിചാരിക്കും നീ കുറെ കഴിഞ്ഞിട്ടേ ഇത് തുറക്കുള്ളൂ. വിത്തിൻ 10 minutes ഞങ്ങൾ ഇതെല്ലാം തുറന്നു. അങ്ങനെ തുറന്നപ്പോഴാണ് കാക്ക ഓർമ്മന്ന് അവൻ വീഡിയോ എടുത്തില്ലല്ലോ എന്നുള്ളത്. അങ്ങനെ അവൻ വീണ്ടും തുറക്കണോ വീണ്ടും അടക്കണോ അങ്ങനെ എന്തൊക്കെയോ അവിടെ ചെയ്യുന്നുണ്ട്. വാഴൻ്റെ ഇലന്റെ ഷോർട്ടേജ് ഉള്ളതുകൊണ്ട് തന്നെ വീട്ടിലെ മൂത്ത സന്തതി എന്നുള്ള നിലക്ക് താത്ത അത് ഗിവ് അപ്പ് ചെയ്ത് നേരെ പ്ലേറ്റിലോട്ട് മാറി. എന്തായാലും എല്ലാം കൂടി കൂട്ടിക്കുഴച്ച് തിന്നപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മക്കൾക്കായാലും ഈ ഒരു വെറൈറ്റി ഇഷ്ടപ്പെട്ടതുകൊണ്ട് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ അകത്ത് കയറി. വിഷുവിന്റെ അന്നത്തേക്ക് ഒരു ട്രാൻസിഷൻ ഇടാനുള്ള കഷ്ടപ്പാടാണ് ഈ ഒരു കാട്ടിക്കൂട്ടൽ കേട്ടോ. 2 ദിവസം മുമ്പ് എന്റെ കെട്ടിയോന് എനിക്ക് വേണ്ടി കൊടുത്തയച്ച സാരിയാണ് കേട്ടോ. ഭയങ്കര സർപ്രൈസ് ആയി പോയി. അപ്പൊ തന്നെ ഞാൻ ആമസോണിൽ 2 ദിവസം കൊണ്ട് കിട്ടുന്ന ബ്ലൗസും ഓർണമെന്റ്സും എല്ലാം വാങ്ങി അങ്ങനെ ഒരു വിഷു ലുക്ക് അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്തു. പിന്നെ ഈവനിങ് ആയപ്പോൾ ഇപ്പൊ എവിടേക്കോ പോയി വന്നപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ചക്കരമുട്ടായും വട അങ്ങനെ എന്തൊക്കെയോ കൊണ്ടു തന്നു. അതൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞിരിക്കുമ്പോഴാണ് ഉമ്മാന്റെ ഈ ഒരു സേമിയ പായസം കൂടി അങ്ങോട്ട് കിട്ടിയത്. ഇത് ഇന്നലെ മുതലേ പറയുന്നുണ്ടായിരുന്നു, ഇന്നാണ് ഉണ്ടാക്കിയതെന്ന് മാത്രം. അങ്ങനെ ഞങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ട് അതൊക്കെ കുടിച്ച് തീർത്ത് നിൽക്കുമ്പോഴാണ് അളയാക്ക താത്താനെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നത്. അപ്പൊ തന്നെ അവള് കെട്ടും പാണ്ടൊക്കെ എടുത്ത് ഇരിക്കുകയാണ്. അപ്പോഴാണ് ഓർത്തത് കുറച്ചധികം പടക്കം അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം പൊട്ടിച്ചതിൽ കുറച്ച് ധൈര്യം അധികം വേണ്ട പടക്കങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അളയാക്ക വരുമ്പോൾ പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. അത് പൊട്ടിച്ചിട്ട് ഏതിലൂടെയൊക്കെയാണ് പറഞ്ഞ് അപ്പുറത്തെ വീട്ടിൽ വരെ പോയി പൊട്ടിട്ടോ. ഒരു ഐഡിയയും കിട്ടണമെന്നുണ്ടായിരുന്നില്ല ഇത് എന്ത് പടക്കാണ് എന്നുള്ളത്. അങ്ങനെ എല്ലാവിധ പടക്കങ്ങളും അളയാക്കി ഇരുന്ന് പൊട്ടിക്കണുണ്ട്. പൊട്ടിച്ചിട്ടും തീരുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞങ്ങളെ കൊണ്ട് കത്തിക്കാൻ കഴിയുന്ന കുറച്ച് സാധനങ്ങൾ ഞങ്ങളും സൈഡിലൂടെ ഇരുന്ന് കത്തിക്കുന്നുണ്ടായിരുന്നു. ഇതുപോലത്തെ കണ്ടില്ലേ, ഇത് എന്തിനാണ് കത്തിച്ചതെന്ന് പോലും മനസ്സിലാവണുണ്ടായിരുന്നില്ല. പിന്നെ അതിലൊരു വെറൈറ്റി കണ്ടെത്തി ഇമ്മ കറക്കണുണ്ടായിരുന്നു. എന്നിട്ട് ഇമ്മ പറയുന്നുണ്ടായിരുന്നു ഞാൻ പണ്ട് ഇങ്ങനെയായിരുന്നു കല്ലുമല കലക്കിണ്ടായിരുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാനും 2 അലക്കങ്ങടെ അലക്കി. ഈ ഒരു പ്രക്രിയ തീർന്നിട്ട് വേണം ഒന്ന് വീട്ടിൽ പോയി കിടന്നുറങ്ങാന്നുള്ളത് കൊണ്ട് തന്നെ അളയാക്ക ചന്നം പിന്നെ എറിഞ്ഞ് തീർക്കുകയായിരുന്നു കേട്ടോ. ആ ഒരു വാശിയിൽ എല്ലാം അങ്ങോട്ട് തീർന്ന് കിട്ടി. അങ്ങനെ താത്തയും അളയാക്കി ഇതുമൊക്കെ പോവാണ് കേട്ടോ.